ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഗോപകുമാർ. 14ാം കേരള നിയമസഭയുടെ 22ാം സമ്മേളനം നാളെ ആരംഭിക്കും. കോവിഡ്-19 മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാകും സമ്മേളനം. രാവിലെ 9 മണിക്ക് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത്. സഭയിലെ അംഗമായിരിക്കെ അന്തരിച്ച ചങ്ങനാശ്ശേരി എംഎൽഎ CF തോമസിന്റെയും മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയുടെയും ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയതിനു ശേഷം 11ാം തീയതി സഭ പിരിയും. 2021-22 വർഷത്തെ സംസ്ഥാന ബജറ്റ് 15-ന് ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് അവതരിപ്പിക്കും. ജനുവരി 28 വരെയാണ് സമ്മേളനം തുടരുക. സ്പീക്കറെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെടുന്ന പ്രതിപക്ഷ പ്രമേയ നോട്ടീസിൽ യുക്തമായ നടപടി സ്വീകരിക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 5051 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5638 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,613 സാമ്പിളുകളാണ് പരിശോധിച്ചത്. പോസിറ്റിവിറ്റി നിരക്ക് 8.83% കുറഞ്ഞു. 25 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. UK-യിൽ നിന്നെത്തിയ 4 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. 64,445 പേരാണ് സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത്. 7,28,000-ത്തിലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. 3,234 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിനുള്ള 2ാം ഘട്ട ഡ്രൈ റൺ നാളെ നടക്കും. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി അമൃത. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലുമായി 46 കേന്ദ്രങ്ങളിലാണ് നാളെ ഡ്രൈ റൺ നടക്കുക. മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി, സ്വകാര്യ ആശുപത്രി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഡ്രൈ റൺ നടത്തുന്നത്. രാവിലെ 9 മുതൽ 11 മണി വരെ നടക്കുന്ന ഡ്രൈ റണ്ണിൽ ഓരോ കേന്ദ്രങ്ങളിലുമായി 25 ആരോഗ്യ പ്രവർത്തകർ വീതം പങ്കെടുക്കും. കോവിഡ് വാക്സിനേഷൻ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ എല്ലാം അതുപോലെ പാലിച്ചാണ് ഡ്രൈ റൺ നടക്കുക. കോവിഡ് വാക്സിനേഷനായി ഇതുവരെ 3,51,457 പേരാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ സർക്കാർ, സ്വകാര്യ മേഖലയിലുള്ള എല്ലാ വിഭാഗം ആരോഗ്യ പ്രവർത്തകർ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, ആശാ വർക്കർമാർ, ICDS, അങ്കണവാടി ജീവനക്കാർ എന്നിവർക്കാണ് വാക്സിൻ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഷീൽഡ്, കോവാക്സിൻ എന്നിവയുടെ ലഭ്യത രാജ്യത്തുടനീളം ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. രാജ്യത്തെ 700 ജില്ലകളിൽ നാളെ നടക്കുന്ന കോവിഡ് വാക്സിൻ ഡ്രൈ റണ്ണിന്റെ തയ്യാറെടുപ്പ് വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനത്തിൽ അടുത്തിടെയുണ്ടായ വർധനയുടെ പശ്ചാത്തലത്തിൽ മുൻകരുതലിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 560 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 186 പേരാണ്. 17 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 2042 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് ഒരു കേസും രജിസ്റ്റർ ചെയ്തു. പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം ആലപ്പുഴ ജില്ലയിൽ സന്ദർശനം തുടങ്ങി. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനും പക്ഷിപ്പനിയുടെ വ്യാപനം, വൈറസിന്റെ സ്വഭാവം, പക്ഷികളെ കൊന്ന് നശിപ്പിക്കൽ എന്നിവ പഠിക്കാനും റിപ്പോർട്ട് നൽകാനുമാണ് സംഘത്തിന്റെ സന്ദർശനം. കേന്ദ്ര സംഘം ആലപ്പുഴ ജില്ലാ കളക്ടറുമായി ഇന്ന് ചർച്ചകൾ നടത്തി. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ സ്ഥിതിഗതികൾ കളക്ടർ കേന്ദ്ര സംഘത്തെ അറിയിച്ചു. പക്ഷികളെ കൊന്നു നശിപ്പിക്കുന്ന കള്ളിംഗ് നടപടികൾ നേരിട്ട് കാണാനായി കരുവാറ്റയിൽ സംഘം സന്ദർശനം നടത്തി. പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയതായി മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. കോട്ടയം ജില്ലയിൽ താറാവുകളുടെ കള്ളിംഗ് ഇന്ന് പൂർത്തിയായി. ശുചീകരണ പ്രവർത്തനങ്ങളും ഇന്നോടെ പൂർത്തിയാകും. ആലപ്പുഴ ജില്ലയിലെ കള്ളിംഗ് നടപടികൾ നാളെ പൂർത്തീകരിക്കും. 49,000-ത്തിലേറെ താറാവുകളെയും 400ഓളം കോഴികളെയും ഇതിനകം കള്ളിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട്. ഊർജ്ജ കേരള മിഷന്റെ ഭാഗമായ ഫിലമെന്റ് രഹിത കേരളം പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വീടുകളിൽ LED ബൾബുകൾ എത്തിച്ചും അവിടെയുള്ള ട്യൂബുകളും ബൾബുകളും തിരികെ വാങ്ങിയുമാണ് ഫിലമെന്റ് രഹിത കേരളം പദ്ധതി നടപ്പാക്കുന്നത്. 3 വർഷം ഗ്യാരണ്ടിയുള്ള ഗുണമേന്മയുള്ള LEDകളാണ് പദ്ധതിയിലൂടെ വിതരണം ചെയ്യുക. സംസ്ഥാന പുരാരേഖാ വകുപ്പ് കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ നിർമ്മിക്കുന്ന ഇന്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്ററിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. സംസ്ഥാനത്തെ പുരാരേഖകളുടെ സംരക്ഷണത്തിന് സെന്റർ പുതിയ മുഖം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തെ നവീകരിച്ച നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി ഇന്ന് നിർവഹിച്ചു. കൊച്ചി നഗരത്തിലെ വൈറ്റില, കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും.
നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ ഈ മേൽപ്പാലങ്ങൾ സഹായകരമാകുമെന്നാണ് കണക്കാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ NC ജയചന്ദ്രൻ. ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപാലങ്ങളും ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. ഉന്നത നിലവാരത്തിൽ പാലങ്ങളും അതിലെ ടാറിങ്ങും അപ്രോച്ച് റോഡുകളും നിർമ്മിച്ച് സിഗ്നൽ സംവിധാനം ഉൾപ്പെടെ സജ്ജമാക്കിയാണ് ഇരുപാലങ്ങളും ഗതാഗതത്തിന് തുറന്നുകൊടുക്കുന്നത്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 720 മീറ്റർ നീളമാണ് വൈറ്റില പാലത്തിന് ഉള്ളത്. പദ്ധതിക്ക് 89.5 കോടി രൂപ വകയിരുത്തിയെങ്കിലും 6.73 കോടി രൂപ മിച്ചമാക്കിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കുണ്ടന്നൂർ പാലവും 8.9.2 കോടി രൂപ വെച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 731 മീറ്ററാണ് നീളം. പാലത്തിന്റെ നിർമ്മാണങ്ങൾ ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തോടെ ടോൾ പിരിവ് ഒഴിവാക്കാനായി. അതിനിടെ കഴിഞ്ഞ ദിവസം വൈറ്റില പാലം അനധികൃതമായി തുറന്നുകൊടുത്ത് ഗതാഗതക്കുരുക്കിന് സൃഷ്ടിച്ച സംഭവത്തിൽ 7 V4 കൊച്ചി പ്രവർത്തകരെ മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുപാലങ്ങൾക്കും കനത്ത കാവൽ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡർ പ്രഖ്യാപനം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നടൻ ടോവിനോ തോമസ് സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡർ പദവി ഏറ്റെടുക്കും. ദുരന്ത മുഖങ്ങളിൽ ജനങ്ങൾക്ക് സഹായമെത്തിക്കുക, ആവശ്യമായ ശാസ്ത്രീയ പരിശീലനം ലഭ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച സാമൂഹിക സന്നദ്ധ സേനയിൽ നിലവിൽ 3.6 ലക്ഷം അംഗങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോതമംഗലം പള്ളി CRPFനെ ഉപയോഗിച്ച് ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു. ഗവൺമെന്റ് സമർപ്പിച്ച അപ്പീലിലാണ് ഹൈക്കോടതി നടപടി. ഈ മാസം 8-നകം ഏറ്റെടുത്തില്ലെങ്കിൽ കേന്ദ്രസേന ഏറ്റെടുക്കണമെന്നായിരുന്നു നേരത്തെയുള്ള വിധി. പള്ളി ഏറ്റെടുക്കുന്നതിന് 3 മാസത്തെ സാവകാശമാണ് ഗവൺമെന്റ് തേടിയത്. ആലപ്പുഴ അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്കയിലെ പെരുന്നാൾ പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താൻ തീരുമാനം. ഈ മാസം 10 മുതൽ 27 വരെയാണ് പെരുന്നാൾ നടക്കുക. ഇത് സംബന്ധിച്ച ഉത്തരവ് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചു. കോവിഡ് മാനദണ്ഡ പ്രകാരം വിശ്വാസികൾക്ക് കുർബാന കൂടുന്നതിന് 6 അടി അകലത്തിൽ ഇരിപ്പിടങ്ങൾ സജ്ജീകരിക്കും. പള്ളി പരിസരത്ത് ബാരിക്കേഡുകൾ കെട്ടി നിയന്ത്രണം ഏർപ്പെടുത്തും. കോവിഡ് സ്ഥിരീകരിച്ചതായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം. ദേശീയപാത 66ന്റെ കാസർഗോഡ് മുതൽ കഴക്കൂട്ടം വരെയുള്ള 6 പാത വികസനത്തിന്റെ സ്ഥലമെടുപ്പിനായി സംസ്ഥാന വിഹിതമായി 604.90 കോടി കൂടി അനുവദിച്ചതായി പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ. ആകെത്തുകയുടെ 25% സംസ്ഥാന വിഹിതം. 3 തവണയായി സംസ്ഥാന സർക്കാർ 525.70 കോടി രൂപ ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ട കണക്കുകൾ പ്രകാരം നൽകിക്കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ചലച്ചിത്ര പ്രദർശനം തുടങ്ങുന്നു. KSFDC-യാണ് ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ പ്രദർശനം നടത്തുക. ആദ്യ പ്രദർശനം ഈ മാസം 10-ന് വൈകിട്ട് 6-ന് നടക്കും. 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തനാണ് ആദ്യ ചിത്രം. കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പ്രദർശനം. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തൽ, പരിശീലന ഫീസ് ഏകീകരിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ പഠനം നടത്തി ശുപാർശകൾ സമർപ്പിക്കാനായി 3-അംഗ സമിതി രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനം, ഫീസിലെ ഏകീകരണമില്ലായ്മ എന്നിവ സംബന്ധിച്ച് നിരവധി ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഇടുക്കി ചിന്നാർ പാളപ്പെട്ടി മലപുലയ ഊരിലെ കാർത്തിക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് 7 ദിവസത്തിനകം സമർപ്പിക്കുന്നതിന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്കും പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിനും ഇടുക്കി മറയൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്കും കമ്മീഷൻ നിർദ്ദേശം നൽകി. പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ഒരുപോലെ പ്രയോജനമാകുന്ന ഹലോ എക്സൈസ് മൊബൈൽ ആപ്പ് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അബ്കാരി, മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ, പരാതികൾ മുതലായവ ജനങ്ങൾക്ക് ഇതുവഴി എക്സൈസ് വകുപ്പിനെ അറിയിക്കാം. അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റായി ജോ ബൈഡനെയും വൈസ് പ്രസിഡന്റായി കമല ഹാരിസിനെയും US കോൺഗ്രസ് ഔദ്യോഗികമായി അംഗീകരിച്ചു. 306 ഇലക്ടറൽ വോട്ടുകൾ ബൈഡൻ നേടിയതായി സെനറ്റ് അംഗീകരിച്ചു. ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കുന്നതിനുള്ള നടപടികൾക്കിടെ US പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോളിന് നേരെ ട്രംപ് അനുകൂലികൾ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കും ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അതിനിടെ അധികാര കൈമാറ്റത്തിന് തയ്യാറാണെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCയെ നേരിടുന്നു. കളി 78 മിനിറ്റ് പിന്നിടുമ്പോൾ ഒഡീഷ 4 ഗോളുകളും കേരളം 2 ഗോളുകളും നേടിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.